ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഇതുപോലെയുള്ള ഒരു ആംപ്ലിഫയർ ആണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആംപ്ലിഫയർ ഉണ്ടാക്കാനായി വേണ്ടത് ഇതുപോലെയുള്ള ഒരു വോളിയം കൺട്രോളറാണ്. പിന്നെ ആവശ്യം സ്പീക്കറുകൾ കണക്ട് ചെയ്യാൻ ഒരു ക്ലിപ്പ് ആവശ്യമാണ്. പിന്നെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട്. ആ കാർഡ്ബോർഡ് ബോക്സിൻ്റെ പുറകിൽ ക്ലിപ്പ് പിടിപ്പിക്കാനായി ഒരു ദ്വാരം ഇട്ടിട്ടുണ്ട്. മുൻപിലായി വോളിയം കൺട്രോളർ കയറ്റാൻ വേണ്ടി ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യമായത് ഇതുപോലെയുള്ള ഒരു ആംപ്ലിഫയർ ബോർഡാണ്. പിന്നെ ഒരു കേബിൾ വേണം. പിന്നെ ആവശ്യം ഒരു USB കേബിളാണ്. ഈ ക്ലിപ്പ് ഇനി ഹോളിലേക്ക് കയറ്റി വെച്ച് ഒട്ടിക്കാം. പിന്നെ ഈ വോളിയം കൺട്രോളർ ഈ ഹോളിലേക്ക് കയറ്റി വെച്ച് ടൈറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ നോബ് ഇതിലേക്ക് കയറ്റി വെക്കാം. പിന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഒരു ദ്വാരമിട്ട് അതിലൂടെ USB കേബിൾ കയറ്റാം. പിന്നെ ഇതിൻ്റെ മുൻവശത്ത് ഒരു ഹോൾട്ട് അതിലൂടെ AUX കേബിൾ കയറ്റാം. ഈ ആംപ്ലിഫയർ ബോർഡ് ഈ ബോക്സിനുള്ളിലേക്ക് ഒട്ടിച്ചു വെക്കാം. ആംപ്ലിഫയർ ബോർഡിൻ്റെ 5 വോൾട്ട് USB കേബിളിൻ്റെ പോസിറ്റീവുമായി ബന്ധിപ്പിക്കുക. ആംപ്ലിഫയർ ബോർഡിൻ്റെ നെഗറ്റീവ് USB കേബിളിൻ്റെ നെഗറ്റീവുമായി ബന്ധിപ്പിക്കുക. AUX കേബിളിൻ്റെ ഒരു വയർ ആംപ്ലിഫയർ ബോർഡിൻ്റെ ആറുമായി കണക്ട് ആക്കുക. അടുത്ത വയർ വോളിയം കൺട്രോളറിൻ്റെ ഒരു ലെഗുമായി കണക്ട് ആക്കുക. വോളിയം കൺട്രോളറിൻ്റെ അടുത്ത ലെഗിൽ നിന്നും ആംപ്ലിഫയർ ബോർഡിൻ്റെ എല്ലുമായി കണക്ട് ആക്കുക. ഇനി 2 സ്പീക്കർ കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഈ പിന്നിലേക്ക് വയർ സോൾഡർ ചെയ്ത് വെക്കാം. ആംപ്ലിഫയറിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് മൊബൈൽ ചാർജറുമായി കണക്റ്റ് ആക്കി നോക്കാം. നമ്മുടെ ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. നമ്മുടെ ആംപ്ലിഫയറിന്റെ മുകൾ ഭാഗം അടച്ചു വെച്ചു. ആംപ്ലിഫയർ ഓൺ ആയിട്ടുണ്ട്. ഇനി ഒരു പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഈ ആംപ്ലിഫയറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.